നമസ്കാരം. പാർപ്പിട നിർമ്മാണ മേഖലയിലെ ട്രെൻഡുകൾ വിവരിക്കുന്ന ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി വാസ്തു പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെ തേടിയെത്തുന്നു. സ്വാഗതം ഈ എപ്പിസോഡിന്റെ കാഴ്ചകളിലേക്ക്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിന് നല്ല എക്സ്റ്റീരിയർ ബ്യൂട്ടി നൽകാൻ നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ എക്സ്റ്റീരിയർ ബ്യൂട്ടി ഒരുക്കുന്നത് പോലെ തന്നെയോ ഒരുപക്ഷെ അതിലേറെയോ പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് ഇന്റീരിയർ ഫർണിഷിംഗ്. കാരണം ഒരു വീടിനുള്ളിൽ നല്ല ലിവിംഗ് അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കപ്പെടുന്നത് നല്ല ഫർണിഷിംഗ് വർക്കുകൾ കൂടി ചെയ്യുമ്പോഴാണ്. ആ ഫർണിഷിംഗ് വർക്കിനെ അടിസ്ഥാനമാക്കിയാണ് വീടിനുള്ളിലെ നമ്മുടെ ഇരിപ്പും നടപ്പും കിടപ്പും എല്ലാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് ഭാവനയിൽ പോലും കാണാനാകാത്തത്ര പുതുമകളും സൗകര്യങ്ങളുമാണ് ഇന്റീരിയർ ഫർണിഷിംഗ് രംഗത്ത് ഇന്നുള്ളത്. പലതരം ട്രെൻഡുകൾ. ആ ട്രെൻഡുകളെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക്. കേരളത്തിന്റെ മോസ്റ്റ് ട്രസ്റ്റഡ് ബിൽഡർ അന്ന പ്രോപ്പർട്ടീസ് കൊച്ചി നഗരത്തിൽ ലേ മെറിഡിയൻ ഹോട്ടലിന് സമീപം അവതരിപ്പിക്കുന്നു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സൂപ്പർ ലക്ഷറി വില്ല പ്രോജക്ട് ലേ സെലസ്റ്റേ. കേരളത്തിന്റെ ഒരേ ഒരു മെട്രോ സിറ്റിയായ കൊച്ചിയിൽ ആഡംബര തികവാർന്ന ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു ലിമിറ്റഡ് എഡിഷൻ വില്ല പ്രോജക്ട് ലേ സെലസ്റ്റേ. അത്യാഡംബരപൂർണമായ സൗകര്യങ്ങളുമായി ട്രഡീഷണൽ ആൻഡ് കണ്ടംപററി സ്റ്റൈലിൽ ഒരുക്കുന്ന 9 വില്ലകൾ, 24 hours ജനറൽ സെക്യൂരിറ്റിയും ലാൻഡ്സ്കേപ്പഡ് ഗാർഡനും ഫുൾ ടൈം ജനറേറ്റഡ് ബാക്കപ്പും സ്വിമ്മിംഗ് പൂളും ക്ലബ് ഹൌസും ഒക്കെയായി എണ്ണമറ്റ ലക്ഷറി ഫെസിലിറ്റികളുമായി ഒരു പാർപ്പിട പദ്ധതി. കൊച്ചി നഗരത്തിലെ ഈ അരിസ്റ്റോക്രാറ്റിക് പാർപ്പിട സമുച്ചയത്തിൽ ഒരു യൂണിറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ വിളിക്കുക. ഫോൺ നമ്പർ 9947147002. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9947147002. ലേ സെലസ്റ്റേ, ടു ലിവ് ദ ലൈഫ് ആൻഡ് ലെഷർ വിത്ത് നേച്ചർ. ഇന്റീരിയർ ഡിസൈൻ രംഗത്തെ പറ്റി പരാമർശിക്കുന്ന വാസ്തുവിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ കൂടുതൽ കാഴ്ചകൾ തുറന്നു കാണുക. വാസ്തുശാസ്ത്ര കലയുടെ സൗന്ദര്യം വിളിച്ചോതുന്ന മനോഹരമായൊരു വീട്, അതും അതീവ സുന്ദരമായ ലാൻഡ്സ്കേപ്പിന്റെ പശ്ചാത്തലത്തിൽ നിലകൊള്ളുന്ന ഭംഗിയാർന്നൊരു വീട്. പുറം കാഴ്ചയിൽ ഒരു വീട് ആകർഷകമാകുന്നത് ഇങ്ങനെ ഭംഗിയാർന്ന എക്സ്റ്റീരിയറും ഹരിത ഭംഗിയാർന്ന ലാൻഡ്സ്കേപ്പും ഒത്തുചേരുമ്പോഴാണ്. എന്നാൽ നല്ല എക്സ്റ്റീരിയർ ബ്യൂട്ടിയും നല്ല ലാൻഡ്സ്കേപ്പും മാത്രം പോരാ ഒരു വീടിനെ നല്ല വീടെന്ന് വിശേഷിപ്പിക്കാൻ. അതിന് അതീവ സുന്ദരമായി അലങ്കരിച്ച അകമുറികൾ കൂടി വേണം. ആകർഷകമായി ഫർണിഷ് ചെയ്ത ഇതുപോലെയുള്ള ലിവിംഗ് ഏരിയ, അതിഥി സൽക്കാരത്തിന് യോജിക്കുന്ന പ്രൗഢി നിറഞ്ഞ ഡൈനിംഗ് സ്പേസ്, പാചക ജോലികൾ ആഹ്ലാദകരമായ ഒരു അനുഭവമാക്കി മാറ്റുന്ന ഫുള്ളി ലോഡഡ് മോഡുലാർ കിച്ചൺ, ശാന്തമായ നിദ്രയ്ക്ക് യോജിച്ച കിടപ്പറകൾ, സ്നാനകർമ്മങ്ങൾക്കിണങ്ങിയ നവീന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയ ബാത്റൂം, ടിവിയും സംഗീതവുമൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഹോം തിയേറ്റർ സംവിധാനം, വിശ്രമ നിമിഷങ്ങൾ ചെലവഴിക്കാൻ പറ്റിയ ഫാമിലി ലിവിംഗ് സ്പേസ്. ഒരു വീടിന് ഇതുപോലെയുള്ള ഒട്ടേറെ സജ്ജീകരണങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണ് അത് മികച്ചൊരു പാർപ്പിടമാകുന്നത്. അതിൽ നല്ലൊരു ലിവിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നത്. ഒരു വീട്ടിൽ ഇത്തരത്തിലുള്ള മനോഹരമായ ഉൾമുറികൾ ഒരുക്കുന്നത് ഇന്നൊരു കലയാണ്. ഇന്റീരിയർ ഫർണിഷിംഗ് എന്ന കല. നമ്മൾ ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് 2 തരത്തിലാണ് അതിനെ ഫിനിഷ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്ന് സ്ട്രക്ചറൽ ഫിനിഷ്, 2 ഇന്റീരിയർ ഫിനിഷ്. നമുക്ക് വീട്ടിനകത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്റീരിയർ വർക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 2 തരത്തിലാണ് അതിനെ ഫിനിഷ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്ന് ഫിക്സഡ് ഫർണിഷിങ്ങും, 2 മൂവബിൾ ഫർണിഷിങ്ങും. ഫിക്സഡ് ഫർണിഷിങ്ങിൽ ഉൾപ്പെടുന്നതാണ് വാർഡ്രോബ്, കിച്ചൺ ആൻഡ് ക്യാബിനറ്റ് മുതലായവ. മൂവബിൾ ഫർണിഷിങ്ങിൽ ഉൾപ്പെടുന്നതാണ് കട്ടിൽ, ടീപ്പോയി, സോഫ സെറ്റ് മുതലായവ. ഫിക്സഡ് ഫർണിഷിങ്ങും മൂവബിൾ ഫർണിഷിങ്ങും പൂർത്തീകരിച്ചാൽ മാത്രമേ ഒരു വീട് താമസയോഗ്യമാവുകയുള്ളൂ. ഇന്റീരിയർ ഫർണിഷിംഗ് ഒരുക്കുന്നത് പലപ്പോഴും അതാത് വീട്ടുടമകളുടെ ടേസ്റ്റ് മനസ്സിലാക്കിയാണ്. കണ്ടംപററി ശൈലിയിലോ പാരമ്പര്യ ശൈലിയിലോ വിക്ടോറിയൻ ശൈലിയിലോ ഒക്കെ വീട് നിർമ്മിക്കുന്നവരുണ്ട്. അതാത് ശൈലിക്ക് അനുസൃതമായോ കോൺട്രാസ്റ്റ് ആയോ ഇന്റീരിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഒരു വീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എക്സ്റ്റീരിയറിൽ നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ വരുത്താൻ കഴിയും.
അതിലുൾപ്പെടുന്നതാണ് വിക്ടോറിയൻ സ്റ്റൈൽ, കണ്ടംപററി സ്റ്റൈൽ, കേരളത്തിൻ്റെ പരമ്പരാഗത സ്റ്റൈൽ എന്നിവ. അതിനോടനുബന്ധിച്ച് നമുക്ക് അകത്ത് ചെയ്യുന്ന ഇൻറ്റീരിയർ വർക്കുകളും അതേ സെയിം സ്റ്റൈലിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ വർക്ക് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായി നമുക്ക് അതിനകത്തുള്ള ഇൻറ്റീരിയർ വർക്കുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി കേരള സ്റ്റൈലിൽ ഉണ്ടായിരിക്കുന്ന ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ വർക്കിൽ നമുക്ക് അകത്തുള്ള ഫർണിഷിംഗ് നമുക്കൊരു മോഡേൺ സ്റ്റൈലിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു വീട്, അതിനകത്ത് ട്രഡീഷണൽ സ്റ്റൈലിന് നേരെ കോൺട്രാസ്റ്റായി വളരെ മോഡേൺ ആയ രീതിയിൽ ഇന്റീരിയർ ഫർണിഷിംഗ് ഒരുക്കിയാൽ എങ്ങനെയിരിക്കും? ആ കാഴ്ച കാണാം ഇനി. കൊച്ചി നഗരത്തിൽ വെണ്ണലയിലുള്ള മനോഹരമായൊരു വീടാണിത്. നമ്മുടെ ട്രഡീഷണൽ ആർക്കിടെക്ചർ സ്റ്റൈലിൽ നിർമ്മിച്ച ഭംഗിയാർന്നൊരു വീട്. ട്രഡീഷണൽ സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു ഗ്രൂപ്പ് ഹൌസിംഗ് പ്രോജക്റ്റിൽ ഉൾപ്പെട്ടതാണ് ഈ വീട്. ട്രഡീഷണൽ ആർക്കിടെക്ചറിന്റെ എലമെന്റുകളായ സ്ലോപ്പിംഗ് റൂഫ്, പൂമുഖം, നീണ്ട വരാന്ത തുടങ്ങി മണിച്ചിത്രത്താഴ് ശൈലിയിലുള്ള വാതിൽ വരെ ഈ വീടിനുണ്ട്. പക്ഷേ ഇതിന്റെ ഉൾമുറികളിലേക്ക് കയറിയാൽ വളരെ മോഡേൺ ആയ ഒരു ഫർണിച്ചർ പാറ്റേൺ ആണ് ദൃശ്യമാവുക. ലെതർ കുഷൻ സോഫ സെറ്റുകളോട് കൂടിയ ഫോമൽ ലിവിംഗ്, വെനീർ സ്റ്റൈലിലുള്ള വുഡൻ കർട്ടൻ, അപ്ഹോൾസ്റ്ററി സ്റ്റൈൽ സോഫകളോട് കൂടിയ ലേഡീസ് സിറ്റിംഗ് ഏരിയ, ലെതർ കുഷൻ സീറ്റിംഗ് നൽകി എലിവേറ്റ് ചെയ്തെടുത്ത അറേബ്യൻ സ്റ്റൈൽ മജ്ലിസ്, ട്രെൻഡിയായ ഫർണിച്ചർ പാറ്റേണോട് കൂടിയ ഡൈനിങ് ഏരിയ, അതിനരികിൽ തന്നെ ഒരുക്കിയ ബാർ കൗണ്ടർ, ഡൈനിങ്ങിനരികിൽ തന്നെ നൽകിയ സവിശേഷമായ ഷോക്കേസ്, ഇറ്റാലിയൻ മോഡലിൽ ഒരുക്കിയ മോഡുലാർ കിച്ചൺ എന്നിങ്ങനെ പുതുമയാർന്ന കാഴ്ചകളാണ് ഈ വീട്ടിലെങ്ങും. ഇവിടുത്തെ കിടപ്പുമുറികൾക്കുമുണ്ട് പുതുമ. സ്കാൻഡിനേവിയൻ കോൺസെപ്റ്റിലുള്ള ലോ ബെഡ് പാറ്റേൺ ആണ് ഇവിടുത്തെ ശയ്യകൾക്ക്. ഉയരം കുറഞ്ഞ കട്ടിൽ, ഉയർന്ന മെത്ത, സൈഡ് ടേബിൾ, വാൾപേപ്പർ പതിച്ച ചുമർ, തീർത്തും ട്രെൻഡിയായ ബാത്റൂം എന്നിങ്ങനെ. കേരളത്തിൽ നിർമ്മിക്കുന്ന വീടിന് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് യോജിച്ച പാരമ്പര്യ ശൈലിയിലുള്ള എക്സ്റ്റീരിയർ ഫീച്ചറാണ് നല്ലത് എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നിർമ്മിച്ച ഒരു വീടാണിത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ വീടിന് ഏറ്റവും യോജിച്ചത് ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഇന്റീരിയർ പാറ്റേണുമായിരിക്കും. പക്ഷേ ഈ വീടിന്റെ ഉടമയായ ശ്രീ KC രാജുവിന് തന്റെ വീടിന്റെ ഉള്ളിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ഫർണിഷിംഗ് പാറ്റേൺ വേണം എന്ന് നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ് ഈ വീടിന്റെ ഇന്റീരിയർ ഈ രീതിയിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ഒരു ഫർണിഷിംഗ് പാറ്റേൺ ആണ് ഈ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു വീട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി സ്ലോപ്പിംഗ് റൂഫ് സ്റ്റൈലിലും മറ്റുമായി പാരമ്പര്യ രീതിയിൽ വീടൊരുക്കുമ്പോഴും അതിൽ തീർത്തും മോഡേണായി ഫർണിഷിംഗ് ഒരുക്കാം എന്നതിന് ഉദാഹരണമാണ് ഈ വീട്. ഇന്റീരിയർ ഫർണിഷിംഗിൽ സ്വീകരിക്കാവുന്ന പുതുമയാണിത്. വാസ്തുവിൽ ഇനിയൊരു ഇടവേളയാണ്. ശേഷം ഇന്റീരിയർ രംഗത്തെ വേറെ കുറെ കാഴ്ചകളുണ്ട്. അതിനായി കാത്തിരിക്കുക. നിങ്ങളുടെ വീടോ ഫ്ളാറ്റോ ഓഫീസ് സ്പേസോ ഹോട്ടലുകളോ കടമുറികളോ അതിമനോഹരമായി ഫർണിഷ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഉടൻ വിളിക്കുക. ഫോൺ നമ്പർ 9495985415. കിടപ്പുമുറികൾ, കിച്ചൺ, ലിവിംഗ് ഏരിയകൾ, ഡൈനിങ് ഏരിയകൾ, ഹോം തിയേറ്റർ റൂം ഒക്കെയും അതിമനോഹരമായി 3D ഗ്രാഫിക്സിൽ ഡിസൈൻ ചെയ്ത് കാണിച്ച് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിർമ്മിച്ചു തരുന്നു. ഉടൻ വിളിക്കുക. ഫോൺ നമ്പർ 9495985415. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495985415. കേരളത്തിന്റെ മോസ്റ്റ് ട്രസ്റ്റഡ് വില്ല സ്പെഷ്യലിസ്റ്റ് ബിൽഡർ അന്ന പ്രോപ്പർട്ടീസ് അവതരിപ്പിക്കുന്നു കൊച്ചി നഗരത്തിൽ തൃപ്പൂണിത്തുറയ്ക്ക് സമീപം സീപോർട്ട് എയർപോർട്ട് റോഡിനോട് ചേർന്ന് ഒരു സൂപ്പർ ലക്ഷറി വില്ല പ്രോജക്ട്.
വില്ല ഫ്ലോറൻസ. മെട്രോപൊളിറ്റൻ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സിംഗപ്പൂർ മോഡൽ ആർക്കിടെക്ചർ സ്റ്റൈലിൽ 3 നിലയിലായി രൂപകൽപ്പന ചെയ്ത 13 ആഡംബര സൗധങ്ങൾ, CCTV സർവൈലൻസ് ഫെസിലിറ്റിയോട് കൂടിയ 24 hours ജനറൽ സെക്യൂരിറ്റി, വൈഡ് ഇന്റേണൽ റോഡ് വിത്ത് ഡിസൈനർ ടൈൽസ്, റിസോർട്ട് ആംബിയൻസോട് കൂടിയ ലാൻഡ്സ്കേപ്പഡ് ബഫർ സോണുകൾ, സ്വിമ്മിംഗ് പൂൾ, ക്ലബ് ഹൌസ്, പാർട്ടി ഏരിയ തുടങ്ങി അന്താരാഷ്ട്ര നിലവാരമാർന്ന എണ്ണമറ്റ അമ്യൂണിറ്റീസുകളോടെ വില്ല ഫ്ലോറൻസ. കൊച്ചി നഗരത്തിന്റെ പാർപ്പിട സംസ്കൃതിയിൽ നാഴികക്കല്ലായി മാറുന്ന വില്ല ഫ്ലോറൻസയിൽ ഒരു യൂണിറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കുക. ഫോൺ നമ്പർ 9947147002. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9947147002. വാസ്തുവിലേക്ക് വീണ്ടും സ്വാഗതം. ട്രഡീഷണൽ വീടിന് മോഡേൺ ഇന്റീരിയർ. ഇടവേളയ്ക്ക് തൊട്ട് മുമ്പ് വരെ നമ്മൾ കണ്ടത് അതാണ്. ഇനി മറ്റൊരു സ്റ്റൈൽ പരിചയപ്പെടാം. ഒരു വീടിന്റെ എക്സ്റ്റീരിയർ വർക്ക് എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേ സ്റ്റൈലിൽ തന്നെ അതിനകത്തുള്ള ഇന്റീരിയർ വർക്കും അതേ സ്റ്റൈലിൽ തന്നെ ചെയ്യാനാണ് പല ക്ലയൻസും താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഉദാഹരണമായി വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ഒരു വീടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അതിനകത്തുള്ള ഫർണിഷിങ്ങും വിക്ടോറിയൻ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അല്ലെങ്കിൽ ട്രഡീഷണൽ സ്റ്റൈലാണെങ്കിൽ ട്രഡീഷണൽ സ്റ്റൈൽ, കണ്ടംപററി ആണെങ്കിൽ കണ്ടംപററി സ്റ്റൈൽ, അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാനാണ് പല ക്ലയൻസും താല്പര്യം പ്രകടിപ്പിക്കുന്നത്. തൃപ്പൂണിത്തുറയ്ക്ക് സമീപമുള്ള ഒരു എലൈറ്റ് ക്ലാസ് റെസിഡൻഷ്യൽ ടൗൺഷിപ്പാണ് ഇത്. കൊളോണിയൽ സ്റ്റൈലിൽ ഒരുക്കിയ 2 ഡസനിലേറെ വില്ലകൾ ഉൾപ്പെട്ട ഒരു ഹൌസിംഗ് കോളനി. ഈ ഹൌസിംഗ് പ്രോജക്ടിന് മധ്യേ നിൽക്കുമ്പോൾ യൂറോപ്പിലുള്ള ഏതോ ഒരു റെസിഡൻഷ്യൽ കോളനിയിലാണോ നാം എന്ന തോന്നലാണുണ്ടാവുക. ഇവിടുത്തെ മനോഹരമായൊരു വീടാണിത്. ക്ലാസിക് കൊളോണിയൽ സ്റ്റൈലിലുള്ള ഒരു നിർമ്മിതി. നല്ല ഉയരത്തിലൊരുക്കിയ ഡബിൾ സ്റ്റോറി ഹൌസ്, ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള റൂഫ്, മനോഹരമായ ഉദ്യാനം, ഭംഗിയാർന്നൊരു കാഴ്ചയാണ് ഈ വീട്. ധാരാളം കാർവിംഗ് വർക്കോട് കൂടിയ വുഡ് വർക്കും വളരെ കളർഫുൾ ആയിട്ടുള്ള ഇന്റീരിയർ തീമും ഒക്കെ ആയിട്ടുള്ള ഒരു ഫർണിഷിംഗ് പാറ്റേൺ ആണ് വിക്ടോറിയൻ ആർക്കിടെക്ചറിൻ്റേത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു വിക്ടോറിയൻ ശൈലിയിലായതിനാൽ അതേ പാറ്റേണിൽ തന്നെയുള്ള ഒരു ഫർണിഷിംഗ് പാറ്റേൺ ആണ് ഇതിന് ഫോളോ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് ആർക്കിടെക്ചർ ശൈലിയിലാണോ അതിനനുസൃതമായി തന്നെ അതിന്റെ ഇന്റീരിയർ ഒരുക്കുക എന്നതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ വീട്. എക്സ്റ്റീരിയറിലെ ഈ കൊളോണിയൽ സ്റ്റൈലിന് മാച്ച് ചെയ്യും വിധം ഒരുക്കിയതാണ് ഇതിന്റെ ഇന്റീരിയർ. ബ്രിട്ടീഷ് ക്ലാസിക് സ്റ്റൈലിലുള്ള ഫർണിഷിംഗ് പാറ്റേൺ ആണ് ഇതിന്റെ ഉൾമുറികൾക്ക് സ്വീകരിച്ചത്. വുഡും അപ്ഹോൾസ്റ്ററിയും സമന്വയിപ്പിച്ച ഭംഗിയാർന്ന ഇരിപ്പിടങ്ങൾ, ടീപോയ്, ആകർഷകമായ കർട്ടനുകൾ, കളർ തീമിലും ഫർണിഷിംഗിലുമൊക്കെ ഇതിന്റെ ഉൾമുറികൾ ഓർമ്മിപ്പിക്കുക ഒരു വിക്ടോറിയൻ ഹൌസിന്റെ അകമുറിയാണ്. ഇവിടുത്തെ കിടപ്പറകൾ, അതോടനുബന്ധിച്ചുള്ള ബാത്റൂം, വിശാലമായ കിച്ചൺ, എല്ലായിടത്തും കാണാം ഒരു ക്ലാസിക് സ്പർശം. എക്സ്റ്റീരിയർ ഡിസൈൻ അനുസൃതമായി തന്നെ ഇന്റീരിയറും ഒരുക്കാമെന്നതിന് ഉദാഹരണമാണ് ഈ വീട്. മറ്റൊരു സ്റ്റൈൽ പരിചയപ്പെടാം. അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൈലാണ് കണ്ടംപററി സ്റ്റൈൽ. അതിൽ അവലംബിച്ചു പോരുന്നത് നേർരേഖയിലുള്ള ഒരു പാറ്റേൺ സ്റ്റൈലിയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള അല്ലെങ്കിൽ വീടിനകത്ത് ചെയ്യുന്ന എല്ലാ ഇന്റീരിയർ വർക്കുകളും അതേ ഒരു നേർരേഖയിലുള്ള അതേ സെയിം പാറ്റേൺ തന്നെയാണ് ഇന്റീരിയർ ഫർണിഷിങ്ങിലും നമ്മൾ കൊണ്ടുവരുന്നത്. ഉദാഹരണമായി ക്യൂബിക്കൽ ടൈപ്പ് അല്ലെങ്കിൽ നേർരേഖയിലുള്ള സെയിം ഫർണിഷിംഗ് സ്റ്റൈൽ തന്നെയാണ് അതിലും വരുന്നത്. കേരളത്തിന്റെ വാസ്തുശാസ്ത്ര മേഖലയിൽ അടുത്തിടെ പ്രചാരം സിദ്ധിച്ചു വരുന്ന ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് കണ്ടംപററി സ്റ്റൈൽ. വാസ്തുശാസ്ത്ര കലയിലെ ലേറ്റസ്റ്റ് ട്രെൻഡായി പല രാജ്യങ്ങളിലും കണ്ടംപററി സ്റ്റൈൽ ഇന്ന് വ്യാപകമായി സ്വീകരിച്ചു വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ പാറ്റേണിൽ രൂപകൽപ്പന ചെയ്യുന്ന രീതിയാണ് കണ്ടംപററി സ്റ്റൈലിലുള്ളത്. തീർത്തും ഫ്ളാറ്റ് റൂഫായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളും സ്ലോപ്പിംഗ് സ്റ്റൈലിൽ റൂഫ് ഒരുക്കി ഓടുമേയുന്ന സ്റ്റൈലും കണ്ടംപററി സ്റ്റൈലായി നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. അത്തരത്തിലുള്ള ഒരു വീടാണിത്. തൃശൂർ കോലടിയിലെ ശ്രീ രമേശന്റേതാണ് ഈ വീട്. ഒരു കണ്ടംപററി സ്റ്റൈൽ സ്ലോപ്പ് റൂഫ് ഹൌസ്. കണ്ടംപററി സ്റ്റൈലിന്റെ പ്രത്യേകതയായ
സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ ഈ വീടിന്റെ ഡിസൈനിൽ കാണാം. കണ്ടംപററി സ്റ്റൈലിന് മാച്ച് ചെയ്യുന്ന ഫർണിഷിംഗ് പാറ്റേൺ ആണ് ഈ വീടിന്റെ ഇന്റീരിയറിലുമുള്ളത്. ഈ ലിവിംഗ് സ്പേസ്, ഈ ഡൈനിങ് ഏരിയ, ഈ കിടപ്പറ തുടങ്ങി ഈ വീടിന്റെ ഇന്റീരിയറിൽ എങ്ങും കാണാം കണ്ടംപററി ഫർണിഷിംഗ് സ്റ്റൈൽ. കേരളത്തിന്റെ ട്രഡീഷണൽ ആർക്കിടെക്ചറിനെ കണ്ടംപററി ആർക്കിടെക്ചറുമായി കൂട്ടിയിണക്കി ഒരു ഫ്യൂഷൻ സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു വീടാണിത്. സാധാരണഗതിയിൽ കണ്ടംപററി ആർക്കിടെക്ചറിന്റെ ഒരു പ്രത്യേകത ഫ്ലാറ്റ് റൂഫായിട്ടുള്ള ഹൗസ് ആയിരിക്കും. പക്ഷേ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിലായതിനാൽ കേരളത്തിന്റെ ട്രഡീഷണൽ സ്റ്റൈലായ സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ കൂടി കൂട്ടിയിണക്കിയാണ് ഇതിന്റെ നിർമ്മാണം. എങ്കിലും ടോട്ടാലിറ്റിയിൽ ഈ വീട് ഒരു കണ്ടംപററി പാറ്റേൺ ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് അനുസൃതമായിട്ടുള്ള ഒരു ഫർണിഷിംഗ് പാറ്റേൺ തന്നെയാണ് ഈ വീടിന്റെ ഇൻസൈഡിലും സ്വീകരിച്ചിരിക്കുന്നത്. കണ്ടംപററി ഫർണിഷിംഗിന്റെ ഒരു പ്രത്യേകത വളരെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ഫർണിഷിംഗ് വുഡ് വർക്കൊക്കെ ആയിരിക്കും അതിന് സ്വീകരിക്കുക. അതേ പാറ്റേൺ തന്നെയാണ് ഈ വീടിന്റെ ഇൻസൈഡിൽ സ്വീകരിച്ചിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈനിലുള്ള ഫർണിച്ചർ ഡിസൈനാണ് കണ്ടംപററി സ്റ്റൈൽ ഇന്റീരിയറിന്റെയും പ്രത്യേകത. ഈ വീടിന്റെ ഉൾമുറികൾ അതിന് ദൃഷ്ടാന്തമാണ്. വുഡും അപ്ഹോൾസ്റ്ററിയും സമന്വയിപ്പിച്ചതാണ് ഫർണിച്ചറുകളെങ്കിലും അതിന്റെ ഡിസൈൻ പാറ്റേൺ നേർരേഖയുടേതാണ്. ഡൈനിങ് ഏരിയ ഫർണിച്ചർ, കട്ടിൽ എന്നിവയിലൊക്കെ നേർരേഖകൾ അവലംബിച്ച രീതിയാണ്. ലൈറ്റിംഗ് പാറ്റേൺ, ചുമർ ടെക്സ്ചർ, സീലിംഗ് വർക്ക് എന്നിവയൊക്കെയും കണ്ടംപററി സ്റ്റൈലിന്റെ പുതുമ നിറഞ്ഞത് തന്നെ. എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒരേപോലെ കണ്ടംപററി സ്റ്റൈലിൽ ഒരുക്കിയ ഒരു വീട്. വേറൊരു ട്രെൻഡ് കൂടി ഇന്റീരിയർ ഡിസൈനിങ് രംഗത്ത് ഇപ്പോഴുണ്ട്. ഏതാണെന്നല്ലേ? തീം ബേസ്ഡ് ഇന്റീരിയർ. അടുത്ത കാലത്തായി നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ സ്റ്റൈലാണ് തീം ബേസ്ഡ് ഫർണിഷിംഗ്. അതായത് ഏതെങ്കിലും ഒരു കളറിനെ ബേസ് കൊണ്ടായിരിക്കും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുക. ഉദാഹരണമായി വൈറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ എല്ലാ ഫർണിഷിങ്ങും വൈറ്റ് പാറ്റേണിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. കൊച്ചി നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റ് ടവറാണ് ഇത്, കെന്റ് ഹെയിൽ ഗാർഡൻ. ഈ ഫ്ളാറ്റ് ടവറിനുള്ളിലെ ഒരു അപ്പാർട്ട്മെന്റ് ഇന്റീരിയറാണ് ഇത്. പൂർണ്ണമായും വൈറ്റ് കളർ തീമാക്കി രൂപകൽപ്പന ചെയ്ത ഒരു ഫ്ളാറ്റ് ഇന്റീരിയർ. ഈ ഫ്ളാറ്റിന്റെ ഇന്റീരിയർ ആകെ തന്നെയും രൂപപ്പെടുത്തിയത് വെള്ള നിറം അടിസ്ഥാനമാക്കിയാണ്. ഈ കോഫി ടേബിൾ, ചെയേഴ്സ്, ലിവിംഗ് ഏരിയയിലെ സോഫ സെറ്റുകൾ, വോൾ കളർ, കർട്ടനുകൾ, കിടപ്പുമുറി ഫർണിച്ചറുകൾ, ജാലകവിരികൾ, സീലിംഗ് വർക്കുകൾ, ബാത്റൂമിലെ ആക്സസറീസുകൾ, ഈ ഫ്ളാറ്റിലെ എല്ലാ സജ്ജീകരണങ്ങളും ഇങ്ങനെ ധവളവർണ്ണമാർന്നതാണ്. തീമാറ്റിക്കലായ ഫർണിഷ് സ്റ്റൈലിൽ വൈറ്റ് കളർ ഇതിവൃത്തമാക്കി രൂപകൽപ്പന ചെയ്ത ഒരു ഫ്ളാറ്റാണിത്. ഇതിന്റെ ഉടമയായ ശ്രീ ടി.പി. വിനയന് തന്റെ ബിസിനസ് സ്ഥാപനത്തോട് ചേർന്ന് ഒരു VIP ഗസ്റ്റ് ഹൗസ് വേണം എന്ന ആശയത്തിൽ നിന്നാണ് ഈ ഒരു ഫ്ളാറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു ഗസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് തന്നെ എനി ടൈം ടൈഡി, നീറ്റ് ആയിട്ട് നിലനിൽക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതനുസരിച്ചാണ് വൈറ്റ് കളർ തന്നെ ഇതിന്റെ ഇന്റീരിയറിന് വേണ്ടി അദ്ദേഹം ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്റീരിയർ ഫർണിഷിംഗിൽ ഇങ്ങനെ വൈറ്റ് കളർ തീമാക്കുമ്പോൾ അതനുസരിച്ച് മാർക്കറ്റിൽ കിട്ടാവുന്ന എല്ലാ പ്രോഡക്റ്റുകളും തന്നെ ഇതിന്റെ ഇന്റീരിയറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്ലോറിങ്ങിന് വൈറ്റ് ടൈൽസ് ആണ്, ചുമരിന് വൈറ്റ് കളറാണ്, ലിവിംഗ് ഏരിയയിൽ വൈറ്റ് ഫർണിഷാണ്, ബെഡ്റൂമിൽ വൈറ്റ് കളർ